ഇന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ പറഞ്ഞതും പിന്നീട് പുറത്തു വന്നതുമായ കേരളത്തിന്റെയും മറ്റു സംസ്ഥാനങ്ങളുടെയും വിഹിതത്തിന്റെ കേന്ദ്രത്തിന്റെ കണക്കാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്റ്റേറ്റ് സ്പെസിഫിക് ആഷ ഇൻസെന്റീവ്സ് എന്ന തലക്കെട്ടിൽ 11/3/2025 കേന്ദ്രം പ്രസിദ്ധീകരിച്ച ലിസ്റ്റാണിത്. ഇപ്പോൾ നോക്കൂ, ആന്ധ്രാപ്രദേശിൽ പ്രൈവേറ്റ് ബാലൻസ് എമൗണ്ട് ടു മാച്ച് ടോട്ടൽ ഇൻസെന്റീവ് ₹10,000 per month per ആഷ. അരുണാചൽ പ്രദേശ് ₹2,000 per month. ബീഹാർ അഡീഷണൽ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ്സ് 1,000 പിന്നെ 1,000 മൊത്തം 2,000. ഗുജറാത്തിലേക്ക് വന്നാൽ 2,500. ഹരിയാനയിലേക്ക് എത്തിയാൽ 4,000. കർണാടകയിലേക്ക് എത്തിയാൽ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിംഗ് ₹5,000 per month ആസ് മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ടു ആഷ. കേരളത്തിലേക്ക് എത്തിയാൽ ഈ കണക്കാണ് ഏറ്റവും പ്രധാനം. 6,000 per month ആഷ ഓണറേറിയം ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞിരുന്നത് 7,000 ആണെങ്കിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ കടലാസിൽ 6,000 എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, സിക്കിമിന്റെ കണക്ക് കൂടി അതായിരുന്നല്ലോ വിവാദ വിഷയം. സിക്കിമിൽ മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് ₹6,000 ഡിസ്ബേഴ്സ്ഡ് from state fund. Recently, government of Sikkim announced a hike in fixed honorarium from ₹6,000 to ₹10,000. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ച് ഏരിയ. സിക്കിം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 6,000 എന്നാൽ റീസെന്റ്ലി ദേ അനൗൺസ്ഡ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഓണറേറിയം ഫ്രം 6,000 to 10,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ഈ രേഖയിൽ വ്യക്തമല്ല. 6,000 10,000 ആയിട്ട് വർദ്ധിപ്പിക്കാം എന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ഇൻസെന്റീവ് 500, തെലങ്കാനയിൽ 6,780 എന്ന മട്ടിലാണ്. ഇനി 2021, 22, 23, 24 കാലഘട്ടങ്ങളിൽ ഈ ആശാ വർക്കർമാർക്ക് കേന്ദ്ര സഹായത്തിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ സ്പ്ലിറ്റപ്പ് ആയി കൊടുത്തിരിക്കുന്ന കണക്കും പറയുന്നു. കേരളയിലെ 17ാമത്തെ ലിസ്റ്റിൽ വന്നാൽ നോക്കൂ 1,675.38. അത് വന്നിട്ട് 8,780 ആയിട്ട് 2022-23 കൂടുന്നു. 8,780.07 ലക്ഷം രൂപയാണ് കേന്ദ്രം NHM വഴി ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ വേണ്ടി കേരളത്തിന്റെ സ്പ്ലിറ്റപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നതാണ് കണക്ക് പറയുന്നത്. ഈ 2023-24 വിഹിതം പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞുവെന്നും അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുമാണ് ജെ.പി. നദ്ദ നമ്മളോട് പറഞ്ഞത്.